ഞാനും വിചാരിച്ചതാണ് കല്യാണത്തിന് ശേഷം വീട് മിസ് ചെയ്യുമെന്ന്. പക്ഷേ ഏട്ടായി നല്ല കെയറിങ് ആയതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്. എൻ്റെ ഭാഗ്യം, ആ ഭാഗ്യത്തിന് കാരണക്കാരനായത് എൻ്റെ ഏട്ടായിയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ഏട്ടായിയുടെ കാലിൽ തൊട്ട് തൊഴുതിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. കല്യാണത്തിനിട്ട സ്വർണം ഏട്ടായിയുടെ അമ്മയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കാൻ വെക്കാമെന്ന് പറഞ്ഞ് ഏട്ടായി എന്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാനും വിചാരിച്ചാൽ അതാ നല്ലത്. ഇനി എൻ്റെ കയ്യിൽ അവിടെ ഇവിടെ വെച്ചിട്ട് കളഞ്ഞെങ്ങാനും പോയാലോ. ഇക്വാളിറ്റിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, ഫെമിനിസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ പുറത്താരോടും പറയാറില്ല. അത് ഏട്ടായിക്ക് ഇഷ്ടമല്ല. ഡ്രസ്സിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഏട്ടായി പറഞ്ഞിട്ടില്ല. ഏത് ഡ്രസ്സ് വേണേലും ഇടാം, പക്ഷേ ഏട്ടായി മാത്രം കാണാവുള്ളൂ. ചിലപ്പം വീടിനകത്ത് തന്നെ ഷോർട്സ് ഇടാൻ സമ്മതിക്കാറുണ്ട്. കൂടുതലും ഏട്ടായിയുടെ കാര്യങ്ങൾ ഏട്ടായി തന്നെയാണ് ചെയ്യാറ്. ഭക്ഷണം കഴിച്ച പാത്രം അടുക്കള വരെ കൊണ്ടുവെക്കും. ആ ജോലി രാജിവെക്കാൻ ഏട്ടൻ പറയുന്നത്. പുറത്തെ വെയിലും പൊല്യൂഷനും ഒക്കെ കാരണം എൻ്റെ സൗന്ദര്യം മൊത്തം പോകുന്നു. 150 രൂപ എല്ലാ ആഴ്ചയും പോക്കറ്റ് മണി തരാമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലിരുന്ന് സീരിയൽ കണ്ടിരുന്നാൽ പോരെ. പിന്നെ ഇടയ്ക്ക് ബോറടിക്കുകയാണെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനും ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഫ്രീഡം വേറെ ആര് തരും? എൻ്റെ ജോലിയിലൊക്കെ സഹായിക്കണമെന്ന് ഏട്ടന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും അത് ഇഷ്ടമാവില്ല. ഏട്ടായിനെ ഒരു പാത്രം പോലും കഴിക്കാതെ വളർത്തിയതല്ലേ. ഇപ്പം ഏട്ടായിയുടെ ഫ്രണ്ട്സിനോട് ഡിന്നറിന് പോയിരിക്കുകയാണ്. എനിക്കുള്ളത് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഏട്ടായിയുടെ ഈ സ്നേഹവും കെയറിങ്ങും മാത്രം മതിയല്ലോ എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാം. ഇനിയിപ്പോൾ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഏട്ടായി നോക്കി ഏട്ടായിയുടെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ലൈഫ് ലോങ് ഇതെല്ലാം അനുഭവിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക.